Okay, bye. I'm just waiting Okay, sir. for the weekend. Bye. Hey, hey, Tanya. Bye. മുത്തേ ബൈ. Tanya, one second. I told you in a friend's room which in the Muttene will call me Chris. Okay? Okay. 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 സോറി മുത്തേ. ബൈ മുത്തേ. മുത്തേ. മുത്തേ വിളിക്കില്ലേ മുത്തേ. ബൈ മുത്തേ. ടേക്ക് കെയർ മുത്തേ. ലവ് യു മുത്തേ. പെൺപിള്ളേരായിട്ടാണ് കൂട്ട്. ചെറുപ്പത്തിലെ ചരട് വലി തുടങ്ങിയിട്ടുണ്ട്. മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ജെറി, നിന്റെ ഡ്രസ്സിംഗ് സെൻസ് വളരെ മോശമാണ്. നീ എന്നെ പോലെ സൂട്ടിട്ട് തുടങ്ങണം. ഇത് ദുബായ് ആണ്. ഇവിടെ നീ ഡീൽ ചെയ്യുന്ന പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുമായിട്ടാണ്. അപ്പോൾ ഒരു ഗ്ലോബൽ സിറ്റിസനെ പോലെ നീ ഡ്രസ്സപ്പ് ചെയ്യണം. എൻ്റെ പപ്പ ഇപ്പം അങ്ങനെയൊന്നുമില്ല. മാർക്ക് സക്കർബർഗൊക്കെ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന കാഷ്വൽസ് ഇട്ടുണ്ടല്ലേ. ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല. ഇപ്പൊ കോട്ടിട്ടവൻ കള്ളനാന്നാ പറയാ. ഉണ്ണിച്ചേട്ടാ, എന്നാ ടേണിങ്ങിൽ വിടണേ. ഇതാ അവിടെ കോട്ട് സൂട്ട് ഇടാതെ കുറെ പച്ച മനുഷ്യർ നിൽക്കുന്നുണ്ടോ അവിടെ? ഈ കറമ്പന്മാരൊക്കെയാണ് ഇവൻ്റെ പച്ച മനുഷ്യന്മാർ. കാതിലും കഴുത്തിലും ചങ്ങലയിട്ട കുറേ അമ്മമാരുമായിട്ട് അവൻ്റെ കമ്പനി. ഞാൻ പറയുന്നൊന്നും അവൻ കേൾക്കുന്നില്ല. അവൻ ആര് പറയുന്നത് കേൾക്കില്ലപ്പാ. അതിനൊരു കാരണമുണ്ട്. അവൻ പപ്പയെ പോലെയാ. അവന് തോന്നുന്നേ അവൻ പറയൂ, അവന് തോന്നുന്നേ അവൻ ചെയ്യും. മത്തൻ കുത്തിയ മിണ്ടരുത്. മിണ്ടണില്ല, മിണ്ടണില്ല, മിണ്ടണില്ല. അച്ഛാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ലേറ്റ് ആയല്ലോ അല്ലേ? എവിടെ അച്ഛൻ ഒരിക്കലും ലേറ്റ് ആവാറില്ല. ഹാപ്പി ആണോ? തിരുമേനി. തിരുമേനിയോ? എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന മാത്രം പോരെ. നീ അത് കൊടുത്തേ. ഹായ്. എല്ലാവരും വരൂ കേട്ടോ. ആ ഫിലിപ്പേ ഇങ്ങോട്ട് കയറുന്നേ. ഇങ്ങോട്ട് കയറുന്നേ. ഓക്കെ ഓക്കെ. പിന്നെ നീ തുടങ്ങുന്നതെല്ലാം വിജയിക്കുള്ളടാ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, കാണാം. അവിടെ ഫിലിപ്പേ, തനിക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഒന്നുമില്ലടോ, താൻ പോയിട്ട് ഉറപ്പല്ലേ? ഉറപ്പാ. കാണാം. ജെറി, ഇവിടെ പോവാം. ഇറങ്ങണോ? ബൈ ജെറി. പിള്ളേരോടും ഷോളി ചേച്ചിയുടെ അന്വേഷണം പറയണട്ടോ. ആ ശരി. പൊന്നൂസെ, എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു അച്ചീവ്മെന്റ് അല്ലേ? സാധാരണ നമ്മുടെ അസോസിയേഷന്റെ ഓണം പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഓണവും കഴിഞ്ഞൊരു മാസവും കഴിഞ്ഞാലേ നടക്കാറുള്ളൂ. ഇതിപ്പോ നമ്മൾ തിരുവോണത്തിന്റെ അന്ന് തന്നെ നടത്തുകയല്ലേ ഓണാഘോഷം. എടോ, വീക്കെൻഡ് ആയതുകൊണ്ടല്ലേ രാത്രിയിലാക്കിയത് ഓണാഘോഷം. രാത്രി സദ്യ ഉണ്ടാൻ പറ്റാത്തവന്മാരാണെങ്കിൽ വരണ്ട. അത്ര എടോ, താനാ മാവേലി അടിച്ച് പൂസാവാതെ നോക്കണേ. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. अजमल, गुड मॉर्निंग. गुड मॉर्निंग भैया. कैसे हो? जी ठीक हो भैया. भैया वो मेरा पेमेंट थोड़ा डिले हो गया भैया. अगले हफ्ते तक जरूर क्लियर कर दूंगा. अबे छोड़ना यार, अब ये बताओ घर में सब कैसे है? सब ठीक है भैया, सब ठीक है. भैया ये नफीसा ने आपके लिए बनाया है. ओ, गुलाब जामुन जी मेरे लिए? हाँ जी बिल्कुल आपके लिए. താങ്ക് യു. जी वेलकम. എൻ്റെ ഭാര്യ കാണണ്ട. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിനെ അപേക്ഷിച്ച് ഇത്തവണ സെന്റർ ഗ്രൂപ്പിന്റെ ബിസിനസ് ഹാസ് ഡബിൾ. സ്റ്റീലിന്റെ ബിസിനസ്സിൽ നമ്മുടെ കമ്പനിക്ക് ഉണ്ടായ ഗ്രോത്തിന്റെ കാരണക്കാരൻ ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റിൽ എങ്ങാനും നമ്മൾ എത്തിയ ക്രിസ്മസിന് നാട്ടിൽ പോകാനുള്ള നിങ്ങൾ എല്ലാവരുടെയും ടിക്കറ്റ് ഞാൻ സ്പോൺസർ ചെയ്യുന്നത്. മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ, ഏത് നിമിഷവും റിട്ടയർ ചെയ്യാൻ സാധ്യതയുള്ള മണിച്ചേട്ടൻ ഒരു ശോകഗാനം ആലപിക്കുന്നതാണ്. പ്രായമായത് നിനക്കാ. ഗുഡ് മോർണിംഗ്. പ്രോഗ്രാം നടത്താൻ ഹോൾ കിട്ടില്ലാന്ന്. അതെങ്ങനെ? നമ്മൾ അഡ്വാൻസ് കൊടുത്തല്ലേ? ഒരു വാക്കാലുള്ള ഉറപ്പുണ്ടായിരുന്നുള്ളൂ. നമ്മൾ സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് അവർ അഡ്വാൻസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോൾ അവർ ഡേറ്റ് ശ്രദ്ധിക്കാതെ ഹോള് വേറെ പാർട്ടി കൊടുത്തു. അതെന്നെ ഇടപെടാ. ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ എപ്സം ഗ്രൂപ്പ് വന്ന് അഡ്വാൻസും കൊടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാ പോയിരിക്കുന്നത്. അയ്യോ,
ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അല്ല, ഈ ഹാള് മാത്രമല്ലേ അവന്മാർ തരില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രൊമൈസസ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലില്ല. എന്താ പ്ലാൻ? എടാ, ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ പ്ലാൻ ചെയ്ത എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഔട്ട്ഡോറിൽ ചെയ്യുന്നു. 4 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. യൂത്ത് വിങ്ങിലെ പിള്ളേരോട് വരാൻ പറ. നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും. അതെ. എന്നാ പിന്നെ താർക്കല്ലേ? പിന്നെ? പിടിയെടാ. പതുക്കെ കീറടാ, ചത്തുപോകും. ഈശോ, എന്നാ ക്യൂട്ടഡായി കൊച്ച്. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? പറ, what's the story? സ്റ്റോറി ആ, ഇപ്പൊ പറയാം. പള്ളിയിൽ വെച്ചാ ഡാ ചെറി, നീ ആ പെൺകുട്ടിയെ കണ്ടോ? എവിടെ 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 എവിടെ? എന്ത് നല്ല കുട്ടിയാന്നറിയോ? പള്ളിക്കാര്യത്തിലൊക്കെ എന്നാ ശ്രദ്ധയാ. നീയൊക്കെ അവളെ കണ്ടുപഠിക്കണം. അമ്മ പറഞ്ഞത് ഞാൻ കാതുകൊണ്ടല്ല കേട്ടത്. അന്ന് മുതൽ ഞാൻ അവളെ കണ്ട് പഠിക്കാൻ തുടങ്ങി. കണ്ട് പഠിക്കാൻ തുടങ്ങി. കണ്ട് പഠിക്കാൻ തുടങ്ങി. എന്നാൽ അവളെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? ഒരുപാടുണ്ടല്ലോ. ആന്റി സ്കിൻ, ആന്റി ഫേസ്, ആന്റി ബാഡിയ. പിന്നെ കട്ട ബോഡിയല്ലേ. എന്താടി എന്റെ ബോഡിക്ക് എന്താ ഒരു കുഴപ്പം? വലത്തോടെ ഇരിഞ്ഞ നെടുമുടി വേണം, ഇടത്തോടെ ഇരിഞ്ഞ ശിവജി ഗുരുവായൂർ. ഇവർക്ക് എന്താ കുഴപ്പം? ഇവർ രണ്ടുപേരും നല്ല അസല നടന്മാരാണ്. എടി അഹങ്കാരി, നോക്കിക്കൂടി. നിന്നെ കെട്ടാൻ വരുന്നവന് തല നിറച്ച് കഷണ്ടിയും നല്ല ഇടവേള ബാബുവിന്റെ പോലെ വയറുള്ള ഒരു ഐറ്റം സാധനമായിരിക്കൂടി. നോക്കിക്കൂടി. നീ പോടി. ഓ സൈലൻസ്. ആഹാ, ഹാ, നമ്മുടെ മേയർ എഴുന്നിട്ടല്ലോ. ഹലോ ചിപ്പി. ജെറി, ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാ. നീ നാട്ടിലോട്ട് എന്നെ കാണാൻ വരില്ലേ? ഞാൻ വരും. നീ പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് വാ. ഇവിടെ ഒരു MBBS പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നീ അവളെക്കാളും നല്ല ഡോക്ടറാണ്. അവളുടെ അഹങ്കാരം താങ്ങാൻ വയ്യ. ബൈ. ബൈ. ജെറി, ദാ. ഷെൽജിയുടെ വൈഫ് ഉണ്ടാക്കിയ വൈന കലകല. ബിസിയാണോ? അല്ല, ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണോ? ഗേൾ ഫ്രണ്ടോ? ഉണ്ടെന്നറിയാം. ഓ, സംസാരിക്കണോ? വേണ്ട. എന്നാ വാ. ഒരു സിറ്റി നമ്മളെപ്പോഴും ഇങ്ങനെ ഉയരത്തിന്ന് കാണണം. ഇത് ഇങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കാണുമ്പോൾ അധ്വാനിക്കാൻ തോന്നും, സ്വപ്നം കാണാൻ തോന്നും. സ്വപ്നം കാണണമെങ്കിൽ ആദ്യം ഉറങ്ങണം. എന്തായി UK MBAക്ക് പോകുന്ന കാര്യം? ഓ, ഞാൻ എങ്ങോട്ടുമില്ല അപ്പാ. എനിക്കിവിടെ നിന്നാൽ മതി. നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി എനിക്ക് പപ്പനെ പോലെ ആയാൽ മതി. നീ മടിയൻ. നീ എന്തിനാ എന്നെ പോലെ ആവുന്നത്? എന്നെ പോലെ ഞാനില്ലേ? എടാ, എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വേണം. അല്ലാതെ ക്ലോണിങ് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ നീ ലൈഫിൽ സെറ്റിലാവും. ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും, ഒരുപാട് ഓപ്ഷൻസൊക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. നീ UK പോകണം, MBA പഠിക്കണം. എടാ, ഒരു പുതിയ നാട്ടിൽ പുതിയ കുറേ ആൾക്കാരുടെ ജീവിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നിനക്ക് പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ തോന്നും. ഇനി അങ്ങനെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നീങ്ങി വാ, നമുക്കിവിടെ ഇരുമ്പിൻ്റെ കച്ചവടം നടത്താം. ഇരുമ്പ് എവിടെയും പോകില്ലല്ലോ. നീ ഇപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലേ? പപ്പ, നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോയിരിക്കും. എടാ, ആണുങ്ങളുടെ കൈ എന്നൊക്കെ പറഞ്ഞതാ ഇങ്ങനെ ഇരിക്കണം, കണ്ടാ? ഇങ്ങോട്ട് നോക്കി.
ട്രൈസെപ്സ് ഉണ്ടോ? 3 ഉണ്ട്. ഒരെണ്ണം ഇത്തിരി വലുതാ. ഇത് പപ്പ നമുക്കൊരു ബെല്ലി വായിക്കാം. സിനിമക്കൊക്കെ പോകുമ്പോ ബെല്ലി എടുത്തോണ്ട് പോവാം. സൺഡേ ഔട്ടിങ്ങിന് റോൾസ് റോയ്സ്. വെള്ളിയാഴ്ച മീൻ മേടിക്കാൻ പോവാൻ ഫെറാറി ആയാലോ? യെസ് കറക്റ്റ്. നമുക്ക് വാങ്ങിക്കടാ. ഇതുങ്ങളെയൊക്കെ കെട്ടിച്ചു വിടാനുള്ളതാ. പപ്പയും മക്കളും കാശ് ചെലവാക്കാനുള്ള വഴി മാത്രം ആലോചിച്ചാൽ മതി. സമ്പാദിക്കാനുള്ള വഴി ഒന്നും ആലോചിക്കണ്ട. ഇനി എന്ത് സമ്പാദിക്കാനാണ്? എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ദാ ഈ കാരണത്തിനു. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാൻ ആരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. അംബാനിയെ വേണേൽ ചലഞ്ച് ചെയ്യാം, മിത്തലിനെ ചലഞ്ച് ചെയ്യാം, യൂസഫ് അലി വേണേലും ചലഞ്ച് അടിയും. അവരൊക്കെ ഇപ്പൊ ഉറങ്ങായിരിക്കും. അത് ശരിയാ. ഈ പാതിരാത്രിക്ക് ആരെയും ചാലഞ്ച് ചെയ്യണ്ട. നേരെ നോക്കി വണ്ടി ഓടിച്ചാ മതി. പപ്പ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ. പപ്പ ഒന്നും പേടിക്കണം, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. ശരി പപ്പ. അമ്മ ദേ കരഞ്ഞ് ഓവറാക്കില്ലേ, അതുകൊണ്ട് എയർപോർട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞേ. ശരി അമ്മ. ചെന്നിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്പർ അയച്ചേട്ടോ. വായി നോക്കി. ബൈ ബൈ ജെറി. പോട്ടെടാ മൊത്തേ. ഓക്കെ അമ്മു. പപ്പ ദേ കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിൽ കൂടി മഴ ചോരുന്നുണ്ടേ. ഇപ്പൊ എന്നെ പറഞ്ഞ വെറുതെ ആയില്ലേ. ബൈ. ശരി ബൈ. ബൈ. ടാറ്റാ. ഹലോ. ന്യൂസ് കണ്ടോ? ഇല്ലടാ, എന്ത് പറ്റി? വാർത്തകൾ വിശദമായി. ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞു. 1987 കനത്ത സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ വിപണിയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നത്തേത്. ലോക മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ ഇന്നൊരു ദുരന്ത ദിനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും ബാങ്കിംഗ് രംഗത്തുണ്ടായ കനത്ത തകർച്ചയുടെ ആഘാതം ഗൾഫ് നാടുകളിലും അലയടിക്കുമെന്നാണ് സൂചന. കെട്ടിട നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ഒപ്പം ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു തൊഴിൽ മേഖലകൾ ഇവയെല്ലാം വലിയ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വിചാരിച്ചതിനേക്കാളും മോശം സിറ്റുവേഷനാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും. ദാ എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന വർഗീസിൻ്റെ ജോലി മിക്കവാറും പോകുന്ന അവസ്ഥയാണ്. തനിക്കെന്താ തോന്നുന്നേ ദുബായിയുടെ ഫ്യൂച്ചറിനെ പറ്റി? ചങ്കുറപ്പുള്ള കുറേ മനുഷ്യരുണ്ടാക്കിയെടുത്ത സിറ്റിയാണ് ഇത്. അതിൻ്റെ സ്ട്രെങ്ത് ഈ സിറ്റിക്ക് എന്തായാലും ഉണ്ട്. എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് ദുബായ് മുന്നോട്ട് തന്നെ പോകും. പപ്പയുടെ ഫോൺ എന്ത് പറ്റി? ബാറ്ററി പോയി. എന്ത് പറ്റി? ഷെട്ടി നല്ല ഹെൽത്തി ആയിരുന്ന ആളല്ലേ? ഷെട്ടി ഞങ്ങൾ ഷെയർസിൽ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ അത് മൊത്തം പോയി. അതിൻ്റെ ഷോക്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ जेकब भैया कैसे हो आप? $100 टन सारा आपका है. Thank you. Thank you. First thing in the morning, നാളെ സന്ദീപിന്റെ പൈസ ഞാൻ ബാങ്കിൽ ഇട്ടിരിക്കും. I'm very happy with the returns. Okay. ഒരു കാര്യം ചെയ്യ്, ഈ amount തിരിച്ച് ജേക്കബ് ഇൻവെസ്റ്റ് ചെയ്തോളൂ. Oh, that's great. Okay. Thank you. So, my name is Omari. Frank told me about your investment plan. What did you say your name was? Omari.
Only because of that. अजय Meet Ajmal. हाँ हाय सिजॉय गुड टू सी यू ये हमेशा बात करते हैं आपके बारे में जी ये तो हमारे बड़े भाई की तरह है ആ സിജോയ് അജ്മൽ ഒരു ഹ്യൂജ് ലോഡ് സ്റ്റീൽ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങാൻ ആലോചിക്കുക. या അവനത് മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഒരു 300 ദിറംസ് കുറച്ച് എനിക്ക് തരാമെന്ന് പറയുന്നു. അതെങ്ങനെ? ഈ കൺസ്ട്രക്ഷൻ വർക്ക് നിന്ന് പോയൊരു കമ്പനി വിറ്റ് ഒഴിവാക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ബിസിനസ് ഡള്ളാണല്ലോ. പക്ഷേ റേറ്റ് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ എക്സ്പോർട്ട് ഡിമാൻഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഓ അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഗുഡ്. ഇവിടെ ഒരു ബൾക്ക് എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? അതിപ്പോൾ ആ ഒരാളുണ്ട്, ഒരു ചെറിയ പരിചയം. ഓക്കെ. കക്ഷി ഒരു ചെന്നൈ മലയാളിയാണ്, ദുബായിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. മുരളി മേനോൻ എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ അച്ഛനൊന്ന് മുട്ടിച്ചേരാം. ഓക്കെ. See that? Learn how to play first. Jacob Zakaria? Yes. Hi, Murali. Hi. Please come. You've been waiting for long? Hey, it's okay. உங்கள் கம்பெனி பற்றி நான் கேள்விப்பட்டிருக்கேன். Actually, my friends were saying, you know, pretty good things about you. Thanks. പിന്നെ ജേക്കബിൻ്റെ മെയിൽ ഞാൻ വായിച്ചു. ഓ. ഉங்கள் സപ്ലയറോட പേര് என்ன? അജ്മൽ. അജ്മൽ. ഹൗസിംഗ് ബിസിനസ്. He is good. How do you say that? അയാളെ വിശ്വസിക്കാമല്ലോ അല്ലേ? 100%. He's like a brother to me. Okay. It's a lot of money. Yes, it is. ஒரு 2 நாள் டைம் கொடுங்க, யோசிச்சு சொல்கிறேன். Sure. ഫുൾ എമൗണ്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗ്യാരണ്ടിക്ക്. താങ്ക് യു. Can I see some more collections? Sir, this would be an excellent choice. And the price is also slashed down. I think you should buy it. ജെറി, ആ വാങ്ങിയാലോടാ? പപ്പ ഇത് വലിയ സ്റ്റോണല്ലേ, വലിയ വില കൊടുക്കേണ്ടി വരും. സാരമില്ലടാ, 25th വെഡിങ് ആനിവേഴ്സറി അല്ലേ, നല്ല കനത്തിലിരിക്കട്ടെ. നിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. മാത്രമല്ല ഇപ്പോൾ വിലയും കുറവാണ്. ഐശ്വര്യ സാറേ, ഇപ്പം വില കുറവാ. ഞാനും മലയാളിയാ, വടകരയെന്ന പേര് ഭാഷ. ജേക്കബേ, ഒന്ന് ഓഫീസ് വരെ വാ. ഞാൻ വീട്ടിൽ പോട്ടെന്നാ. ഓക്കെ, ഷേർലി വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം ഇല്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ. എന്ത് പറ്റി? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അജ്മലിൻ്റെ വീട്ടിലേക്കും പിന്നെ ഓഫീസിലേക്കും മാറി മാറി വിളിക്കുന്നുണ്ട്. ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇന്ന് കുറച്ചു മുമ്പ് ഓൻ്റെ മൊബൈലിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്തു. 2 റിങ്ങോടുകൂടി ഫോൺ അവൻ കട്ട് ചെയ്തു. നമ്മൾ ഫോൺ കട്ട് ചെയ്യുമ്പം വരുന്ന ഒരു അനൗൺസ്മെൻ്റ് ഇല്ലേ, അത് അറബിയിലല്ലേ വരിക. ഇത് അറബി ആയിരുന്നില്ല. പിന്നെ വിളിച്ചു നോക്കിയോ? പിന്നെ അവനെ കിട്ടിയിട്ടേ ഇല്ല. भैया ये सारा हमारा लोड है, बाकी 2 दिन के बाद आएगा. सब एक साथ शिफ्ट करते हैं. So this is yours. थैंक यू भैया. मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं. विद दिस मनी आई एम गोइंग टू मेक अ क्लीन स्वीप. मैं आपको कभी नहीं भूलूंगा.
അവൻ ചതിച്ചു കളഞ്ഞല്ലോ ജേക്കബ്. मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं. विद दिस मनी आई एम गोइंग टू मेक अ क्लीन स्वीप. मैं आपको कभी नहीं भूलूंगा. आई एम गोइंग टू मेक अ क्लीन स्वीप. क्लीन स्वीप. कितनी बार बोलूंगा मैं? अरे भाई ऐसा नहीं, थोड़ा सा ऊपर करो. अरे ഇത് അജ്മലിന്റെ ലോഡാണ്. അല്ല സാർ, ഇത് കമ്പനിയുടെ ലോഡാണ്. ഇത് ഓൾറെഡി സെയിലായതാ. പാർട്ടി നാളെ വന്ന് സാധനം ക്ലിയർ ചെയ്യും. അരെ ഭായ് ऐसा नहीं, मैं आएगा. പപ്പയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ മുഴുവൻ കാശ് അവൻ്റെ കയ്യിലാണോ? എത്ര? 8 million dirhams. ഈശ്വര, 13 കോടി രൂപ. നാളത്തേക്ക് ഈ വിവരം എല്ലാവരും അറിഞ്ഞു തുടങ്ങും. ഇന്ന് ഷേളി ഇതറിയണ്ട. അവൾ സന്തോഷിക്കേണ്ട ദിവസമായി. അവൾ സന്തോഷിച്ചോട്ടെ ഇന്നും കൂടി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ലേ? ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഗിഫ്റ്റ് വന്നു. അച്ഛാ, എന്തിന് എത്രയൊക്കെ ചെലവാക്കിയത്? നാസറ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, ഞാൻ എവിടെയും പോകുന്നില്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അജ്മലിനെ ഞാൻ ട്രേസ് ചെയ്തോളാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി പ്ലീസ്. സന്ദീപ്, ഞാൻ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ കൃത്യം ഡേറ്റിന് പൈസ തന്നതല്ലേ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരവസ്ഥയായിപ്പോയി. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. ഇച്ചായനവന് ചെക്കാണോ കൊടുത്തത്? പോലീസിന് എന്തെങ്കിലും? ഫോണിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരും നേരിട്ട് കാണണം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മുടെ അവസ്ഥ മനസ്സിലാവാതിരിക്കില്ല കുറച്ച് പേർക്കെങ്കിലും. സിജോയ്, നീ എനിക്ക് തന്ന കാശ് നീ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അറേഞ്ച് ചെയ്തെന്ന് എനിക്കറിയാം. അത് ഒരു ദിർഹം പോലും കുറയാതെ ഞാൻ തിരിച്ച് തരികയും ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ വേണമെങ്കിൽ നിനക്ക് ഗ്യാരണ്ടിക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ മറ്റോ. ചൂടാറുന്നതിന് മുമ്പ് കുടിക്കൂട്ടോ. അച്ഛൻ ചായ കുടിക്കേ. ജെറി, തൊണ്ണൂറ്റേഴിലാണ് ഞാൻ ദുബായിലെത്തുന്നത്. 2 വർഷം ലേബർ ക്യാമ്പിലായിരുന്നു. അവിടെ പെട്ടുകിടന്ന് എന്നെ പൊക്കിക്കൊണ്ടുവന്നത് നിന്റെ പപ്പയാ. കടങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ നിന്റെ പപ്പയ്ക്ക് പറയാനുള്ളതിലും ഒരുപാടധികം എനിക്ക് പറയാനുണ്ടാവും. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ പണം ജേക്കപ്പച്ചായൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതിന് ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കട്ടിക്കടലാസിൽ ഒപ്പിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ പപ്പയോട് പറഞ്ഞേക്ക്. ഒമേരി എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ
ഇവിടെയാ താമസിക്കുന്നത്. അയാൾ സ്റ്റീൽ വാങ്ങാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കുറച്ച് അഡ്വാൻസ് ക്യാഷ് തന്നിരുന്നു. നമുക്ക് അയാൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പാ. ജേക്കബ്, താനെന്താ എന്താ ഫോൺ എടുക്കാത്ത? മുരളി, ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട്. നേരിട്ട് വന്നാലോ? സംസാരിക്കും. സംസാരിക്കടോ. அன்னைக்கே உன்னை கேட்டிருந்தேன், அந்த அஜ்மலா நம்மளா மான். அப்ப நீ என்ன சொன்ன? 100% விஸ்வசிக்க 100% லைக் அ பிரதர். பிரதர் நல்லா வச்சாங்க ஆப்பு உனக்கு. இத்தனை வருஷமா இந்த நாட்டில் இருந்துக்கிட்டு பிஸ்னஸ்ல யாரை நம்பணும் யாரை நம்பக்கூடாதுன்னு கூட தெரியாம நீ எல்லாம் என்னத்தகடா பிஸ்னஸ் பண்ணிட்டு இருக்க பொட்டை. മുരളി പ്ലീസ്, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. என்ன நீ எனக்கு மரியாதை கத்து தரியா? You gonna teach me how to behave? காசு கொடுத்துட்டு பேசுறா. 3.5 மில்லியன் மேடிச்சோண்டு போயிட்டு நீ என்ன மரியாதை படிப்பிக்க பாடா மான கேட்டவனே. മുരളി പ്ലീസ് விடுறா, பேசி വിടാച്ച് വേണ്ട. ഡോണ്ട് ക്രിയേറ്റ് എ സീൻ. എത്രയും പെട്ടെന്ന് എന്റെ കാശ് തിരിച്ച് തന്നില്ലെങ്കിൽ നിന്റെ ആ ഗ്യാരണ്ടി ചെക്ക് ഞാൻ പ്രസന്റ് ചെയ്യും. അപ്പുറം നീയും നിന്റെ കുടുംബവും അകത്ത് പോകും. സാവട ഉനക്ക് മനസ്സിലായോടാ?